ഹലോ, നമ്മുടെ വീട്ടിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഹോം മെയ്ഡ് സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തൊപ്പിയൊക്കെ വാങ്ങിച്ചതാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ ഓൺലൈനിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയുടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്, അതൊക്കെ പിൻ ചെയ്ത് വെച്ച് അങ്ങനെ ഏകദേശം ഡെക്കറേഷൻസൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി തോജുവിനെ മാറ്റിക്കലായിരുന്നു. ഇനി ബനിയൻ മാത്രം ഇട്ടിട്ട് അവന് ഷർട്ട് ഇട്ട് കൊടുത്തപ്പോൾ അവന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, അഴിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. ഹോം ഡെലിവറി ആയിരുന്നു കേട്ടോ ഇത്. നല്ല അടിപൊളി കേക്കാണ്, നമ്മുടെ നാട്ടിലെ പേസ്റ്റൽ നിന്നാണ് കേക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. കപ്പ് കേക്കൊക്കെ നമ്മുടെ സ്റ്റാൻഡിലൊക്കെ വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടേബിളിൽ ഒറ്റ കേക്കേ വെച്ചിട്ടുള്ളൂ, സ്റ്റെപ്പ് വരുന്ന കേക്ക് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടേബിളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് പരിപാടിയാണ്. ഇത് മിക്സ്ഡ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള മിൽക്ക് ജ്യൂസാണ്, കസ്കസൊക്കെ ഇട്ടിട്ട്. പിന്നെ അടുത്തത് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തുറന്നപാടെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ DYFI സംഘടനയുടെ നേതൃത്വത്തിൽ തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊടുക്കുന്ന ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ഡേക്ക് ഹോസ്പിറ്റലിലെ രോഗികൾക്കും 2 പൊതി കൊടുക്കാമെന്ന് വെച്ചു. ഇത് 2 പൊതിയാക്കി ചുരുങ്ങിയത് കാരണം നമ്മുടെ ഫുഡ് കൊടുക്കലൊന്നും ആരംഭിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എത്രത്തോളം ഫുഡ് വേണ്ടി വരുമെന്ന് നമുക്ക് തീർച്ച ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 2 പൊതി മാത്രമാക്കിയിട്ട് കുറച്ചത്. അപ്പോൾ നമ്മളിത് റെഡിയാക്കുന്നുണ്ട്. കച്ചമ്പറും അച്ചാറും മുളക് കറിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഭക്ഷണം വിളമ്പുകയാണ്. ഇലയൊക്കെ നന്നായി വാട്ടിയെടുത്ത് ഒരു പേപ്പറൊക്കെ താഴെ വെച്ച് അങ്ങനെ നമ്മളൊരു ബിരിയാണി പൊതിച്ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് ഒരാളുടെ അളവിനല്ല, ഒരു 2 ആൾക്കൊക്കെ മര്യാദയ്ക്ക് കഴിക്കാനുള്ള ചോറ് ഇട്ടിട്ടുണ്ട്. നമ്മളിത് ഈ പൊതി കെട്ടിയ ശേഷമാണ് വേറൊരു ഐഡിയ ഓർമ്മ വന്നത്. നമ്മൾ ഈ കച്ചമ്പറും സാധനങ്ങളൊക്കെ വേറൊരു ഇല വാട്ടിയിട്ട് അതിൽ പാക്ക് ചെയ്തിട്ട് മുകളിൽ വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ സാധാ ചോറ് പോലെ ബിരിയാണിയിൽ ഇതെല്ലാം മിക്സ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഇനി ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ കച്ചമ്പറും അച്ചാറും മുളക് കറിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പാത്രത്തിൽ പൊതിഞ്ഞെടുത്തിട്ട് മുകളിൽ വെക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ സജീവേട്ടൻ നല്ല വൃത്തിക്ക് പൊതിച്ചോറൊക്കെ മടക്കി റെഡിയാക്കിയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് സംഘാടകരെ ഏൽപ്പിക്കുകയുണ്ടായത്. പിന്നെ അതിനുശേഷം നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മുടെ ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു ഫുഡൊക്കെ. അപ്പം പിന്നെ നമ്മുടെ ഈ പൊതിച്ചോറ് 2 പൊതിച്ചോറും കെട്ടി പൊതിഞ്ഞ് ഒന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചുള്ളൂ, ഒന്നും അതുപോലെ തന്നെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു കവറിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഞാൻ കവറിൽ മേടിക്കുന്നുണ്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ പിറന്നാൾ പരിപാടികൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.